നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിപണിയിൽ നാം കണ്ടത് വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം ഒടുവിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ വ്യാപാരം അവസാനിക്കുന്നതാണ്. എന്നാൽ നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ നിർണായകമായ പല കാര്യങ്ങളും ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കായുള്ള സെബിയുടെ പുതിയ നിയമങ്ങൾ, റീറ്റെയിൽ നിക്ഷേപകർ വർഷങ്ങളായി കാത്തിരിക്കുന്ന NSE IPOയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്, എഥനോൾ ബ്ലെൻഡിംഗിലെ പുതിയ സർക്കാർ തീരുമാനം, ഒപ്പം ആപ്പിളിന്റെ പുതിയ പേയ്മെന്റ് സിസ്റ്റം വരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം: വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കാം. ഫെബ്രുവരി 26-ന്, അതായത് ഇന്ന്, നിഫ്റ്റി 50യും സെൻസെക്സും കാര്യമായ മാറ്റങ്ങളില്ലാതെ ഫ്ലാറ്റായാണ് ക്ലോസ് ചെയ്തത്. രാവിലെ മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും ഉയർന്ന ലെവലുകളിൽ എത്തിയപ്പോൾ വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായത് വിപണിയെ താഴേക്ക് വലിച്ചു. എങ്കിലും ഹെൽത്ത് കെയർ, ഫാർമ സെക്ടറുകൾ ഇന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ടോപ്പ് ഗെയിനേഴ്സിനെ എടുത്താൽ ടാറ്റ മോട്ടോഴ്സ് PV, ഐഷർ മോട്ടോഴ്സ് എന്നിവ 3% നേട്ടമുണ്ടാക്കി. ഓട്ടോ സെക്ടറിലെ ഈ മുന്നേറ്റം നിക്ഷേപകർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. അതേസമയം ട്രെൻഡ് 2% ഇടിഞ്ഞ് ഇന്ന് ടോപ്പ് ലൂസേഴ്സിന്റെ പട്ടികയിലായിരുന്നു. ഇനി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. സെബി മ്യൂച്വൽ ഫണ്ടുകളുടെ ക്ലാസിഫിക്കേഷനിൽ ചില പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന സൊല്യൂഷൻ ഫണ്ടുകൾ പൂർണ്ണമായും നിർത്തലാക്കുകയും പകരം നിക്ഷേപകരുടെ പ്രായത്തിനനുസരിച്ച് റിസ്ക് ക്രമീകരിക്കുന്ന ലൈഫ് സൈക്കിൾ ഫണ്ടുകൾ പുതുതായി അവതരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ തീമാറ്റിക് ഫണ്ടുകളുടെ നിയമങ്ങൾ സെബി കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക സെക്ടറിലോ തീമിലോ അമിതമായി പണമൊഴുകുന്നത് തടയാനും റീറ്റെയിൽ നിക്ഷേപകരുടെ റിസ്ക് കുറയ്ക്കാനുമാണ് ഈ നടപടികൾ. നിങ്ങളുടെ നിലവിലെ SIPകളെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ ഫണ്ട് ഹൗസുകൾ വ്യക്തമാക്കുന്നതാണ്. അടുത്തതായി ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നിക്ഷേപകർ കാത്തിരിക്കുന്ന ഒരു വലിയ IPO വാർത്തയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE തങ്ങളുടെ IPOയ്ക്ക് മുന്നോടിയായുള്ള നിർണായക ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളിൽ നിന്നും നിയമസ്ഥാപനങ്ങളിൽ നിന്നും IPOയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായി അവർ ഇപ്പോൾ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. ഇതോടെ NSE IPO അധികം വൈകാതെ തന്നെ വിപണിയിലെട്ടുമെന്ന പ്രതീക്ഷ ശക്തമായിരിക്കുകയാണ്. IPO വിപണിയിൽ ഇതൊരു വലിയ തരംഗമായി മാറുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇനി എനർജി, ഷുഗർ സെക്ടറുകളിലെ ഓഹരികളിൽ ചലനമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സർക്കാർ തീരുമാനം നോക്കാം. വരുന്ന ഏപ്രിൽ 1 മുതൽ രാജ്യത്തുടനീളം 20% എഥനോൾ കലർത്തിയ പെട്രോൾ വിൽക്കാൻ സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കുറഞ്ഞത് 95 RON നിലവാരത്തിലുള്ള പെട്രോളായിരിക്കും ഇത്. ഒരു റെയിൽവേ ഓഹരിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ് അടുത്തത്. പ്രമുഖ റെയിൽവേ കമ്പനിയായ RVNL 1978 കോടി രൂപയുടെ വലിയൊരു പ്രോജക്റ്റ് ഓർഡർ സ്വന്തമാക്കിയിരിക്കുകയാണ്. NMDCയിൽ നിന്നുമാണ് ഈ വമ്പൻ ഓർഡർ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ തുടർച്ചയായി ലഭിക്കുന്ന ഇത്തരം ഓർഡറുകൾ ഈ കമ്പനിയുടെ വരും ക്വാർട്ടറുകളിലെ വരുമാനത്തെ വലിയ രീതിയിൽ സഹായിക്കും. ഇനി നമ്മുടെ എക്സ്പോർട്ട് സെക്ടറിനെ ബാധിക്കുന്ന ഒരു വാർത്ത നോക്കാം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ വീണ്ടും സജീവമാകുകയാണ്. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോറുമായും കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്കുമായും നിർണായക ചർച്ചകൾ നടത്തി. ടെക്നോളജി, ഫിനാൻഷ്യൽ സെക്ടറുകളെ ഒന്നടങ്കം ബാധിക്കുന്ന മറ്റൊരു വലിയ ഡെവലപ്മെന്റ് നടക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്താണ്. ഗ്ലോബൽ ടെക് ഭീമനായ ആപ്പിൾ ഇന്ത്യയിൽ അവരുടെ സ്വന്തം പേയ്മെന്റ് സർവീസ് ആരംഭിക്കാനൊരുങ്ങുന്നു. ഇതിനായി ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളുമായി അവർ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ UPI പ്ലാറ്റ്ഫോമുകൾ വലിയ ആധിപത്യം പുലർത്തുന്ന ഇന്ത്യൻ വിപണിയിലേക്ക് ആപ്പിൾ കൂടി കടന്നുവരുന്നത് വലിയൊരു മാറ്റത്തിന് കാരണമാകും. ഇന്നത്തെ ഏറ്റവും പ്രധാന മാർക്കറ്റ് വാർത്തകൾ ഇവയാണ്. NSE IPOയെക്കുറിച്ചും പുതിയ മ്യൂച്വൽ ഫണ്ട് നിയമങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.